ഹായ് മക്കളെ, എവിടെയാണ് എല്ലാവരും? നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഇംപെർഫെക്ഷൻസിലാണ് അല്ലേ? ഏതൊരു സോളിഡിനെയും നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഇമ്പ്യൂരിറ്റീസ് അല്ലേ, ഫോറിൻ സബ്സ്റ്റൻസുകളുടെ ആഡ് ചെയ്യൽ കൊണ്ടോ ആ ക്രിസ്റ്റലിൻ്റെ റെഗുലാരിറ്റി, അതിൻ്റെ ഓർഡർനെസ് നഷ്ടപ്പെടാം. അതിനെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. അതിൽ 2-3 തരം ഡിഫക്റ്റുകളുണ്ട്. അതിൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റോഷിയോമെട്രിയെ ഇഫക്റ്റ് ചെയ്യാത്ത ഡിഫക്റ്റുകളെയാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയുക. അത് 2, ഷോർട്ട് കീയും ഫ്രെങ്കലും. ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുക വഴി, അതായത് ഫോറിൻ സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്യുക വഴി രൂപപ്പെടുന്ന ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്നാണ് നമ്മൾ പറയുക. ഇനി സാറ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഡിഫക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിതാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നാണ് പറയുക. അതായത് സ്റ്റോഷിയോമെട്രിയെ ഇഫക്റ്റ് ചെയ്യുന്ന ഡിഫക്റ്റുകളെയാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുക. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ പൊതുവേ നമ്മൾ 2 തരംതിരിക്കും. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. 2 തരത്തിലാണ് നമ്മൾ ഡിഫക്റ്റുകൾ പറയുന്നത്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റും മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ഇനി ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 തരമാണ്. ഒന്ന് ഡ്യൂ ടു ആനയോൺ വേക്കൻസി, മറ്റൊന്ന് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. മെറ്റൽ എക്സസ് ഡിഫക്റ്റുകൾ 2 തരത്തിലാണ്. ഡ്യൂ ടു ആനയോൺ വേക്കൻസിയും മറ്റൊന്ന് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോണും. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും 2 തരത്തിലാണ്. ഈ പറയുന്നതിൻ്റെ നേരെ വിപരീതം ആണ് എന്ന് മാത്രം. അതായത് ഡ്യൂ ടു, ഇവിടെ ആനയോൺ വേക്കൻസി എന്നല്ലേ, അപ്പൊ അവിടെ മാറും ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. റെഡി? ഇവിടെ ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ എന്നാണ്. അപ്പൊ അവിടെ വരുമ്പോൾ എന്ത് വരും? ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ. റെഡി? ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ. ഇതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റും മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. 2 കാറ്റഗറി ആണെന്ന് ഓർക്കണേ. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 ടൈപ്പാണ്. ഡ്യൂ ടു ആനയോൺ വേക്കൻസിയും ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോണും. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് 2 ടൈപ്പാണ്. ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസിയും ഡ്യൂ ടു എക്സ്ട്രാ ആനയോണും. ഇവിടെ ഡ്യൂ ടു ആനയോൺ വേക്കൻസി ആണ് നമ്മൾ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഞാൻ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ ഞാൻ സോഡിയം വേപ്പർ ഉപയോഗിച്ച് ചൂടാക്കുന്നു. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ ഞാൻ സോഡിയം വേപ്പർ ഉപയോഗിച്ചിട്ട് എന്താക്കുന്നു? ചൂടാക്കുന്നു. ഇങ്ങനെ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പർ ഉപയോഗിച്ച് ചൂടാക്കുന്ന സമയത്ത് ഈ സോഡിയം വേപ്പർ ഈ ക്രിസ്റ്റലിൻ്റെ സർഫസിൽ എന്താവും? ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? തുടങ്ങും. ഈ സോഡിയം വേപ്പർ ക്രിസ്റ്റലിൻ്റെ സർഫസിൽ ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഈ ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് Na++1 ഇലക്ട്രോൺ ആയിട്ട് എന്താവും? മാറും. ഈ സോഡിയം വേപ്പർ ക്രിസ്റ്റലിൻ്റെ സർഫസിൽ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ അത് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് Na+ ആയിട്ട് എന്താവും? മാറും. പിടികിട്ടിയോ? സോഡിയം ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് Na+ ആയിട്ട് എന്താവും? മാറും. ഈ Na+ ഉണ്ടല്ലോ,
നമ്മുടെ ക്രിസ്റ്റലിനകത്തുള്ള ആനയോണിലെ Cl-, ആ Cl- കമ്പൈൻ ചെയ്തിട്ട് NaCl വേപ്പറായി എലിമിനേറ്റ് ചെയ്തു പോകും. ഈ Na+ നമ്മുടെ ക്രിസ്റ്റലിനകത്തുള്ള Cl- റിയാക്ട് ചെയ്യുമ്പോൾ അത് NaCl വേപ്പറായിട്ട് എന്താവും പോകും. ഇങ്ങനെ വേപ്പറായിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ആനയോൺ വേക്കൻസി വന്നില്ലേ? ആ ആനയോൺ വേക്കൻസി വന്നാൽ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ബാലൻസിങ് ആവാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോൺ ഇവിടെ വന്ന് നിൽക്കും. ഈ ആനയോൺ വേക്കൻസിയിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോൺ ഈ ആനയോൺ വേക്കൻസിയിൽ എന്താവും വന്ന് നിൽക്കും. അങ്ങനെ ഇലക്ട്രോൺ ആ ആനയോൺ വേക്കൻസിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ ക്രിസ്റ്റലിന് കളർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. നമ്മുടെ ക്രിസ്റ്റലിന് കളർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. ഇലക്ട്രോൺ വന്ന് നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ക്രിസ്റ്റലിന് ആനയോൺ വേക്കൻസി റീഫിൽ ആവുകയും കളർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കളർ സെന്റർ അല്ലെങ്കിൽ ഫാർബ്സൻ സെന്റർ, അതായത് എഫ് സെന്റർ എന്ന് പറയും. ഫാർബ്സൻ എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് അതിനർത്ഥം. ഫാർബ്സൻ സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്നാണ് ഈ ഒരു ഭാഗത്തെ പറയുക. റെഡി? ഇലക്ട്രോൺ വന്നു നിൽക്കുന്നതിന്റെ ഫലമായി സോഡിയം വേപ്പർ ഉപയോഗിച്ച് ക്രിസ്റ്റൽ ചൂടാക്കുമ്പോൾ അതിന് കളർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിനെയാണ് നമ്മൾ കളർ സെന്റർ അല്ലെങ്കിൽ ഫാർബ്സൻ സെന്റർ എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. ഇവിടെ സോഡിയം വേപ്പർ ഉപയോഗിച്ച് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലുകളെ ചൂടാക്കുമ്പോൾ അതിന് ലഭിക്കുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. റെഡി? പൊട്ടാസ്യം വേപ്പർ ഉപയോഗിച്ച് പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റലുകളെ ചൂടാക്കുന്ന സമയത്ത് അതിന് കിട്ടുന്ന നിറം എന്ന് പറയുന്നത് ലൈലാക്ക് ആണ്. ലൈലാക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വയലറ്റ് ഇൻ കളർ എന്നാണ് കേട്ടോ. ഇനി ലിഥിയം വേപ്പർ ഉപയോഗിച്ച് ലിഥിയം ക്ലോറൈഡ് ക്രിസ്റ്റലുകളെ ചൂടാക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. പിങ്ക്. റെഡി? ഇതാണ് നമ്മൾ പറയുന്ന ഡ്യൂ ടു ആനയോൺ വേക്കൻസി എന്ന് പറയുന്ന ഡിഫക്റ്റ്. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പർ ഉപയോഗിച്ച് ചൂടാക്കി. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പർ ഉപയോഗിച്ച് ചൂടാക്കി. ഇങ്ങനെ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പർ ഉപയോഗിച്ച് ചൂടാക്കുന്ന സമയത്ത് ഈ സോഡിയം വേപ്പർ ക്രിസ്റ്റലിന്റെ മുകളിൽ എന്താവും? ഡിഫ്യൂസ് ചെയ്യും. ഈ സോഡിയം വേപ്പർ ക്രിസ്റ്റലിന്റെ മുകളിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് Na+ അയോൺ ആയിട്ട് എന്താവും? മാറും. ഈ Na+ അയോൺ നമ്മുടെ ക്രിസ്റ്റലിലെ ആനയോണായ Cl- കമ്പൈൻ ചെയ്ത് NaCl ആയിട്ട് എലിമിനേറ്റ് ചെയ്തു പോകും. ഇവിടെ ഒരു ആനയോൺ വേക്കൻസി ഡെവലപ്പ് ചെയ്തില്ലേ? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആനയോൺ വേക്കൻസിയിൽ ഇലക്ട്രോൺ വന്നെന്താവും? നിൽക്കും. റെഡി? അതിൻ്റെ ഫലമായി ആ ക്രിസ്റ്റലിന് കളർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? തുടങ്ങും. ഇതിനെയാണ് നമ്മൾ കളർ സെന്റർ അല്ലെങ്കിൽ എഫ് സെന്റർ എന്ന് പറയുക. എഫിന്റെ മീനിങ് അല്ലെങ്കിൽ ഫാർബ്സൻ എന്നാണ് അതിനെ പറയുക. ഫാർബ്സൻ സെന്റർ എന്നാണ് നമ്മൾ അതിനെ എന്താക്കുക പറയുക. എഫ് സെന്റർ എന്ന് നമ്മൾ എന്താക്കും പറയും കേട്ടോ. റെഡി? ഇവിടെ സോഡിയം വേപ്പർ ഉപയോഗിച്ച് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലുകളെ ചൂടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിറം യെല്ലോ ആണ്. പൊട്ടാസ്യം വേപ്പർ ഉപയോഗിച്ച് പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റലുകളെ ചൂടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിറം എന്ന് പറയുന്നത് ഏതാണ്? അതെ, ലൈലാക്ക് അല്ലെങ്കിൽ ലൈറ്റ് വയലറ്റ് ആണ്. ലിഥിയം വേപ്പർ ഉപയോഗിച്ച് ലിഥിയം ക്ലോറൈഡ് ക്രിസ്റ്റലുകളെ ചൂടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിറം എന്ന് പറയുന്നത് പിങ്ക് ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. റെഡി? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ എന്നുള്ളതാണ് ഇനി സാറ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാം. ZnO സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലുകളെ നമ്മൾ ചൂടാക്കുന്നു. ബേസിക്കലി സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് കളർലെസ് ആയ സോളിഡ് ആണ്. ഈ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലുകൾ ചൂടാക്കുന്ന സമയത്ത് അതിന്
പെയിൽ യെല്ലോ കളർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലുകളെ ചൂടാക്കുന്ന സമയത്ത് അതിന് പെയിൽ യെല്ലോ കളർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. എങ്ങനെയാ നോക്കാം. സിങ്ക് ഓക്സൈഡ് ചൂടാക്കുന്ന സമയത്ത് അത് Zn2++ ഹാഫ് O2+ 2 ഇലക്ട്രോൺ ആയിട്ട് എന്താവും മാറും. സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലുകളെ ചൂടാക്കുമ്പോൾ അത് Zn2++ ഹാഫ് O2+ 2 ഇലക്ട്രോൺ ആയിട്ട് എന്താവും മാറും. ഇനി സാറാ ക്രിസ്റ്റൽ ഒന്ന് വരയ്ക്കാവേ. ZnO 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 O Zn ഇതാണ് നമ്മൾ പറയുന്ന സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്റ്റൽ വരയ്ക്കുക. എത്ര വേണേ വരയ്ക്കാം കേട്ടോ. ഈ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ ചൂടാക്കുന്ന സമയത്ത് അതിനകത്ത് Zn2+ എന്ന് പറയുന്ന എക്സ്ട്രാ കാറ്റയോൺ ഉണ്ടാകുന്നു അല്ലേ. സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ആ ചൂടാക്കുന്നതിന്റെ ഫലമായി അതിനകത്ത് Zn2+ എന്ന് പറയുന്ന എക്സ്ട്രാ കാറ്റയോൺ ഉണ്ടാകുന്നു. ഈ എക്സ്ട്രാ കാറ്റയോൺ നമ്മുടെ ക്രിസ്റ്റലിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്ന് നിൽക്കും. ഈ ആറ്റംസ് നിൽക്കുന്ന സൈറ്റിനെ നമ്മൾ എന്താ പറയുക? ലാറ്റിസ് സൈറ്റ് എന്നാ പറയുക. അതിനിടയ്ക്കുള്ള ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്നാ പറയുക. അപ്പൊ ക്രിസ്റ്റലിന്റെ ഇടയ്ക്കകത്തുള്ള ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഈ എക്സ്ട്രാ കാറ്റയോൺ എന്താവും വന്ന് നിൽക്കും. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഇലക്ട്രോണുകളും എന്താവും വന്ന് നിൽക്കും. തൊട്ടടുത്ത ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഇലക്ട്രോണുകളും എന്താവും വന്ന് നിൽക്കും. അതിന്റെ ഫലമായി ക്രിസ്റ്റലിന് യെല്ലോ കളർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. റെഡി. സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ സാധാരണ കളർലെസ് ആണ്. അതിനെ ചൂടാക്കുന്ന സമയത്ത് അത് Zn2++ ഹാഫ് O2+ 2 ഇലക്ട്രോൺ ആയിട്ട് എന്താവും മാറും. ഇവിടെ നമ്മൾ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലുകളെ ചൂടാക്കുമ്പോൾ ഈ എക്സ്ട്രാ കാറ്റയോണുകൾ ഉണ്ടാവുന്നുണ്ട്. ആ എക്സ്ട്രാ കാറ്റയോണുകൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ എന്താവും വന്ന് നിൽക്കും. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത സൈറ്റിൽ ഇലക്ട്രോണുകളും എന്താവും വന്ന് നിൽക്കും. മനസ്സിലായോ? റെഡി. അതിന്റെ ഫലമായാണ് ക്രിസ്റ്റലുകൾക്ക് പെയിൽ യെല്ലോ കളർ എന്താകുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. കളർലെസ് ആയ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ ചൂടാക്കുമ്പോൾ പെയിൽ യെല്ലോ കളർ വരുന്നത് അങ്ങനെയാണ്. ഇനി നമ്മൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ ഒന്നാമത്തെ കഴിയാറായി അല്ലേ. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത് കാറ്റയോൺ വേക്കൻസി എന്നുള്ളതാണ്. റെഡി. ഇത് നമ്മൾ ഏതൊരു ക്രിസ്റ്റലിനെയും ചൂടാക്കുന്ന സമയത്ത് അവിടെ ഒരു കാറ്റയോണിന്റെ മിസ്സിങ്, നേരത്തെ ആനയോണിന്റെ മിസ്സിങ് ഉണ്ടായതുപോലെ തന്നെ കാറ്റയോണിന്റെ മിസ്സിങ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റയോൺ അല്ലേ മിസ്സാവണത്. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്ക് എക്സ്ട്രാ ചാർജ് എന്താവും കൈവരും. റെഡി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ആൾക്ക് എക്സ്ട്രാ ചാർജ് എന്താവും കൈവരാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. സാറ് കാണിച്ചു തരാം, ബേജാറാവണ്ട. നോക്കൂ, A+, B-, A+, B-, A+, B-, A+, B-, A+. ഇതാണ് ഒരു ക്രിസ്റ്റൽ. ഞാൻ ഈ ക്രിസ്റ്റലിനെ ചൂടാക്കുന്നതിന്റെ ഫലമായി ഇവിടെ നിന്ന് ഒരു കാറ്റയോൺ എന്താകുന്നു? മിസ്സാവുന്നു. റെഡി. കാറ്റയോൺ മിസ്സായി കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി താളം തെറ്റും. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്ബറിംഗ് കാറ്റയോണ് ഒരു എക്സ്ട്രാ ചാർജ് എന്താക്കും എടുക്കും. റെഡി. നെയ്ബറിംഗ് കാറ്റയോണ് ഒരു എക്സ്ട്രാ ചാർജ് എന്താക്കും കൈവരും. അതിനെയാണ് നമ്മൾ ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി ഡിഫക്റ്റ് എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. റെഡി. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഫെറസ് സൾഫൈഡ് ആണ് കേട്ടോ.
ഫെറസ് സൾഫൈഡ് ക്രിസ്റ്റൽ ആണ് കാറ്റയോൺ വേക്കൻസിക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ കാറ്റയോൺ വേക്കൻസിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഫെറസ് സൾഫൈഡ് ക്രിസ്റ്റലിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഫെറസ് സൾഫൈഡ് ക്രിസ്റ്റൽ ചൂടാക്കുമ്പോൾ അതിനകത്തുള്ള 3 Fe2+ അയോണുകളിൽ 2 മാത്രം Fe3+ ആയിട്ട് എന്താവും മാറും. റെഡി? 3 Fe2+ അയോണുകളിൽ 2 Fe3+ ആയിട്ട് എന്താവും മാറും. ഒരു കാറ്റയോൺ എന്താണ്? മിസ്സിംഗ് ആണ്. 3 Fe2+ അയോണുകളുള്ള ഫെറസ് സൾഫൈഡ് ക്രിസ്റ്റൽ ചൂടാക്കുമ്പോൾ അതിൽ 2 Fe3+ അയോണുകളായിട്ട് മാറും. ഒരു Fe2+ അയോൺ എന്ന് പറയുന്നത് എന്താണ്? മിസ്സിംഗ് ആണ്. റെഡി? ഇങ്ങനെ മിസ്സിംഗ് ആവുന്ന സമയത്ത് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ ഗോൾഡ്, സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങും. ശരിക്കും ഫെറസ് സൾഫൈഡ് കരിക്കട്ട പോലെയാ, പക്ഷെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിലെ 3 Fe2+ അയോണുകളിൽ 2 Fe3+ ആയി മാറുകയും ഒരു കാറ്റയോൺ മിസ്സാവുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അത് സ്വർണം പോലെ തിളങ്ങാനും എന്തായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫെറസ് സൾഫൈഡിനെ നമ്മൾ വിളിക്കുന്ന ഓമന പേരാണ് ഫൂൾസ് ഗോൾഡ് എന്നാണ് പറയുക. വിഡ്ഢികളുടെ സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്ന കെമിക്കലാണെന്ത്? ഫെറസ് സൾഫൈഡ്. ശരിക്കും കരിക്കട്ട പോലെയാ, പക്ഷെ ചൂടാക്കുമ്പോൾ അത് സ്വർണം പോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. അതിന് കാരണം ഇതാണ്, ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്രിസ്റ്റലിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിനകത്തു നിന്നൊരു കാറ്റയോൺ മിസ്സാവുകയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത കാറ്റയോൺ എക്സ്ട്രാ ചാർജ് കൈവരിക്കുകയും എന്താകുന്നു ചെയ്യുന്നു. റെഡി? ഇതിനെയാണ് നമ്മൾ ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ആണ് സാറ് പറഞ്ഞത്. ഫെറസ് സൾഫൈഡ് ക്രിസ്റ്റൽ ചൂടാക്കുമ്പോൾ അതിൽ 3 Fe2+ അയോണുകളിൽ 2 Fe3+ ആയി മാറി ഒരു കാറ്റയോൺ എന്താണ്? മിസ്സിംഗ് ആണ്. അങ്ങനെ മിസ്സിംഗ് ആവുന്ന സമയത്ത് ഫെറസ് സൾഫൈഡിന് നമ്മൾ കാണുന്ന പ്രത്യേകതയാണ് അത് സ്വർണം പോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. റെഡി? ഇതുകൊണ്ടാണ് ഫെറസ് സൾഫൈഡിനെ നമ്മൾ ഫൂൾസ് ഗോൾഡ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്, ദിസ് ഈസ് ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്ന മറ്റൊരു എക്സാമ്പിളും ഇതിനു വേണ്ടി നമ്മൾ എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ആനയോൺ വേക്കൻസി. ആനയോൺ വേക്കൻസിക്ക് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ആയിട്ടൊന്നും പറയുന്നില്ല, എന്നാലും നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, ഒരു ക്രിസ്റ്റല് ചൂടാക്കുന്ന സമയത്ത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ എന്നല്ലേ പറഞ്ഞത്? ഒരു ക്രിസ്റ്റല് ചൂടാക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ആനയോൺ ഉണ്ടാവുകയും അത് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വരികയും ചെയ്തു. ഒരു ക്രിസ്റ്റൽ ചൂടാക്കുന്ന സമയത്ത് എക്സ്ട്രാ ആനയോൺ ഉണ്ടാവുകയും അത് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വരികയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തൊട്ടടുത്ത കാറ്റയോണ് ഒരു എക്സ്ട്രാ ചാർജ് കൈവരിച്ചു. നോക്കണേ, ഒരു ക്രിസ്റ്റല് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ആനയോൺ ഉണ്ടാവുകയും ആ എക്സ്ട്രാ ആനയോൺ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വരികയും ചെയ്തു. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത കാറ്റയോൺ ഒരു എക്സ്ട്രാ ചാർജ് കൈവരിക്കുകയും എന്തായി ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. മെറ്റൽ എന്ത് ഡിഫക്റ്റാ? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ. മനസ്സിലായോ? റെഡിയല്ലേ? ഡിഫക്റ്റുകൾ സാധാരണ ഡിഗ്രിക്ക് വരെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. 2 മാർക്കിന്റെ ചോദ്യത്തിൽ പെട്ടതാണ് എഫ് സെന്റർ കേട്ടോ. എഫ് സെന്റർ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിനോമിന ആണ്. ക്ലിയർ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. റെഡി? വൈദ്യുത ചാലകത, അതായത് എല്ലാ സോളിഡുകളും
കറണ്ട് കടത്തിവിടുമോ? എല്ലാ സോളിഡുകളുടെയും കറണ്ടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാവരും കറണ്ട് കടത്തിവിടുമോ? എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. വി ക്യാൻ ബി ഡിസ്കസ് അബൌട്ട് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. നോക്കൂ, എല്ലാ സോളിഡുകളും ഒരിക്കലും തന്നെ കറണ്ട് എന്താക്കുന്നില്ല, കടത്തിവിടുന്നില്ല. റെഡി? നോക്കൂ, അറൗണ്ട് 10⁻⁷ ഓം മീറ്റർ ഇൻവേഴ്സ് കണ്ടക്ടിവിറ്റി ഉള്ളവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുക. റെഡി? അതേപോലെ തന്നെ 10⁻⁻⁶ തൊട്ട് 10⁴ ഓം മീറ്റർ ഇൻവേഴ്സ് കണ്ടക്ടിവിറ്റി ഉള്ളവരെ സെമി കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുക. അതേപോലെ തന്നെ 10⁻⁻10 തൊട്ട് 10⁻⁻20 ഓം മീറ്റർ ഇൻവേഴ്സ് കണ്ടക്ടൻസ് ഉള്ളവയെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നാണ് എന്താക്കുക പറയുക. ഇങ്ങനെ കറണ്ട് കടത്തിവിടുന്നതിൻ്റെ ബേസിസിൽ നമ്മൾ എല്ലാ സോളിഡുകളെയും മൂന്നായിട്ടാണ് തരംതിരിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്നാണ് തരംതിരിച്ചു വെച്ചിരിക്കുന്നത്. നോക്കണേ, ഞാൻ പറഞ്ഞത് കറണ്ട് കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം കറണ്ട് കടത്തിവിടുന്നുവോ അതിൻ്റെ ബേസിസിൽ എല്ലാ സോളിഡുകളെയും നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്നാണ് നമ്മൾ എന്താക്കുന്നത് തരംതിരിച്ചു വെച്ചിട്ടുള്ളത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ബാൻഡ് തിയറി ആണ്. ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ സോളിഡുകളെയും കറണ്ട് കടത്തിവിടുന്നതിൻ്റെ ബേസിസിൽ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നും സെമി കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്റേഴ്സ് എന്നും നമ്മൾ എന്താക്കുന്നത് വേർതിരിക്കുന്നത്. അപ്പോൾ ഇനി സാർ എന്താണ് ഈ ബാൻഡ് തിയറി എന്ന് പറയാം. വളരെ ബ്രീഫിംഗ് ആയിട്ട് പറയാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു തിയറിയാണ് ഈ പറയുന്ന ബാൻഡ് തിയറി. മക്കൾ ശ്രദ്ധിച്ചോളണേ. ഏതൊരു ആറ്റം അല്ലെങ്കിൽ ഏതൊരു സോളിഡ് എടുത്താലും ആ സോളിഡിനകത്ത് ധാരാളം വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഈ വാലൻസ് ഇലക്ട്രോണുകൾ എല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു റീജിയൻ ആണ് വാലൻസ് ബാൻഡ്. വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണുകളെല്ലാം കൂടിച്ചേർന്ന് ഏതൊരാറ്റത്തിനും ഒരു റീജിയൺ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആരെങ്കിലും ആവട്ടെ, അതിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. ഇനി ഈ വാലൻസ് ബാൻഡിന്റെ മുകളിലായി ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന പാകത്തിന് ഒരു റീജിയൺ ഉണ്ടാവും. ആ റീജിയണിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇതായിരുന്നു ബാൻഡ് തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതൊരു സോളിഡിലെയും ആറ്റങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണുകളെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ഒരു റീജിയൺ ഉണ്ടാവും. ആ റീജിയണിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ബാൻഡ് എന്നാണ് നമ്മൾ പറയുക. ആ വാലൻസ് ബാൻഡിന്റെ മുകളിലായി ഇലക്ട്രോണുകളെല്ലാം തന്നെ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു റീജിയൺ ഉണ്ടാവും. ആ റീജിയണിനെ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് പറയുക. ഇത് ശരിക്കും ഒരു വേക്കൻറ്റ് സ്പേസാ. ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടാ ചാടുക. റെഡി? അപ്പൊ പണ്ട് നിങ്ങൾ പഠിച്ച പോലെ തന്നെ ചിന്തിച്ചാൽ മതിയിടാ. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഉണ്ടതാണ് വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ പുറത്തോട്ട് കടന്നാൽ അവിടെ ഒരു റീജിയൺ ഉണ്ടാവൂലേ? ഇതാണ് ഏത്? കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് വാലൻസ് ബാൻഡ്. ഇത്രയും സാറ് പറഞ്ഞുള്ളൂ. അത്രയും മനസ്സിലാക്കുന്നതാണ് എളുപ്പം കേട്ടോ. അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഏതൊരാറ്റത്തിലെയും വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു വാലൻസ് ബാൻഡും അതിനു മുകളിലായി ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഭാഗത്തിന് ഒരു കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. കണ്ടക്ഷൻ ബാൻഡ് ശരിക്കും എന്താണ്? ഒരു എംപ്റ്റി സ്പേസ് ആണ്. റെഡി? ഇനി നോക്കണേ. ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ്, the valence band and conduction band are overlap with each other. നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് കണ്ടക്ടേഴ്സിനകത്ത്
വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ പരസ്പരം ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. നോക്കണേ പറയുന്നത്, കണ്ടക്ടേഴ്സിനകത്ത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ പരസ്പരം എന്തായിട്ടുണ്ട്? ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ they easily conduct electricity. ഇതിലൂടെ ഇലക്ട്രോണിന്റെ ഫ്ലോ വളരെ എളുപ്പത്തിൽ സാധ്യമാവും. അതുകൊണ്ട് തന്നെ they easily conduct electricity. അവർ വളരെ പെട്ടെന്ന് ഇലക്ട്രിസിറ്റിയെ എന്താക്കും? കണ്ടക്ട് ചെയ്യും. റെഡി? ഇനി in the case of insulators, the valence band and conduction band that can have a large energy gap. ഇൻസുലേറ്റേഴ്സിന്റെ കാര്യം എടുത്തു നോക്കുന്ന സമയത്ത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ലാർജ് എനർജി ഗ്യാപ്പ് ഉണ്ട്. ഈ എനർജി ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് പറയുക. ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു വലിയ എനർജി ഗ്യാപ്പ് ഉണ്ട്. ആ എനർജി ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് പറയുക. ഇത്രയും എനർജി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഇലക്ട്രോണുകൾക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റേഴ്സ് they do not conduct electricity. ഇൻസുലേറ്റേഴ്സ് ഒരിക്കലും തന്നെ ഇലക്ട്രിസിറ്റിയെ എന്താക്കുന്നില്ല? കണ്ടക്ട് ചെയ്യുന്നില്ല. റെഡി? എന്നാൽ അടുത്ത കാറ്റഗറിയിലേക്കാണ് വരുന്നത്. ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, the valence band and conduction band can have a small energy gap. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വളരെ ചെറിയ ഒരു എനർജി ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. കാണുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? കണ്ടക്ടേഴ്സിന്റെ കേസിൽ ആ രണ്ട് ബാൻഡുകളും തമ്മിൽ എന്താണ്? ഓവർലാപ്പ് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഈസിലി ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇൻസുലേറ്റേഴ്സിന്റെ കാര്യത്തിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വലിയ ഒരു എനർജി ഗ്യാപ്പ് ആണുള്ളത്. ആ എനർജി ഗ്യാപ്പിനെ നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയും. അവിടെ നിങ്ങൾക്കൊരിക്കലും ഇലക്ട്രോണുകളെ കണ്ടക്ട് ചെയ്യിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നാണ് പറയുക. റെഡി? സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചെറിയ ഒരു എനർജി ഗ്യാപ്പേ ഉള്ളൂ. ഈ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ബാൻഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് രണ്ട് രൂപത്തിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ബൈ ഹീറ്റിംഗ്. ചൂടാക്കുന്നതിൻ്റെ ഫലമായി ഈ ബാൻഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? സാധിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ എന്താക്കുക? പറയുക. റെഡി? ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ബാൻഡുകൾ അടുത്തടുത്ത് വരികയും ഇലക്ട്രോണുകളുടെ ഫ്ലോ സാധ്യമാവുകയും ചെയ്യും. ഇനി മറ്റൊന്ന് ബൈ ആഡിങ് ഇംപ്യൂരിറ്റീസ് ഫ്രം ടു ദിസ് ഗ്യാപ്പ്. ഈ ഗ്യാപ്പിനകത്ത് ഇംപ്യൂരിറ്റീസ് നമുക്ക് എന്താക്കാൻ പറ്റും? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? സാധിക്കും. ഫോറിൻ സബ്സ്റ്റൻസുകളെ, ഇംപ്യൂരിറ്റീസിനെ നമുക്ക് എന്താക്കാൻ പറ്റും? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഇവിടെ സെമി കണ്ടക്ടേഴ്സ് എന്താവും? കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? തുടങ്ങും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. ഹീറ്റിങ്ങിൻ്റെ ഫലമായി വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും അടുത്തടുത്ത് വന്ന് നമ്മുടെ ഇലക്ട്രോണുകളുടെ കണ്ടക്ഷൻ സാധ്യമാവുകയാണെങ്കിൽ അത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുകളാണ്. നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഇവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഇടയിൽ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായി അവയിലൂടെ ഇലക്ട്രോണുകളുടെ ഫ്ലോ സാധ്യമാവുകയും ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സാധ്യമാവുകയും ചെയ്താൽ അതിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും,
രണ്ട് ബാൻഡുകളുടെ ഇടയിലായി ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ് എന്നാണ് പറയുക. ഡോപ്പിംഗ് നടത്തിയിട്ടാണ്, ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകൾ എന്താക്കുന്നത്, ഫോം ചെയ്യുന്നത് കേട്ടോ. നോക്കൂ, ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകളെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബേസിക്കലി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് we can be classifying into two types. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകളെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോക്കണേ പറയുന്നത്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകളെ നമുക്ക് രണ്ടായിട്ട് എന്താക്കാം, ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകളാണ്, മറ്റൊന്ന് പി ടൈപ്പ് സെമി കണ്ടക്ടറുകളാണ്. നമ്മുടെ സെമി കണ്ടക്ടറുകളെ എല്ലാത്തിനെയും തന്നെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകളെ ഒന്ന് എൻ ടൈപ്പും മറ്റൊന്ന് പി ടൈപ്പും. നോക്കൂ, ബേസിക്കലി 14ാമത്തെ ഗ്രൂപ്പിലുള്ള സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയവരാണ് നമ്മൾ പറയുന്ന സെമി കണ്ടക്ടറുകൾ. റെഡി? 14ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കാർബൺ, സിലിക്കൺ, അല്ലേ, ജെർമേനിയം, ടിൻ, ലെഡ്. ഇതിൽ സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയ 14ാമത്തെ ഗ്രൂപ്പുകാരെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. ഇനി നോക്കണേ, ഈ 14ാമത്തെ ഗ്രൂപ്പുകാരായ സെമി കണ്ടക്ടറുകളിലേക്ക് നമ്മൾ 15ാമത്തെ ഗ്രൂപ്പുകാരായ ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത് പോലുള്ള 15ാമത്തെ ഗ്രൂപ്പുകാരെ വെച്ച് ഡോപ്പ് ചെയ്യുന്നു. 14ാമത്തെ ഗ്രൂപ്പുകാരായ സെമി കണ്ടക്ടറുകളിൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സാധ്യമാകാൻ 15ാമത്തെ ഗ്രൂപ്പുകാരായ ഫോസ്ഫറസ്, ആർസനിക് മുതലായ നമ്മുടെ 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളെ വെച്ച് നമ്മൾ എന്താക്കുന്നു, ഡോപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഡോപ്പ് ചെയ്യുമ്പോൾ മക്കൾ ശ്രദ്ധിക്കണേ പറയുന്നത്, 14ാമത്തെ ഗ്രൂപ്പിൽ 4 വാലൻസ് ഇലക്ട്രോണുകളല്ലേ ഉണ്ടാവുക. 14ാമത്തെ ഗ്രൂപ്പുകാർക്ക് 4 വാലൻസ് ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. 15ാമത്തെ ഗ്രൂപ്പിൽ 5 വാലൻസ് ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. 14ാമത്തെ ഗ്രൂപ്പിൽ 4 വാലൻസ് ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. 15ാമത്തെ ഗ്രൂപ്പിൽ 5 വാലൻസ് ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. ഈ 14ാമത്തെ ഗ്രൂപ്പ് നമ്മുടെ സെമി കണ്ടക്ടറുകളിലെ 4 വാലൻസ് ഇലക്ട്രോണും 15ാമത്തെ ഗ്രൂപ്പ് സെമി കണ്ടക്ടറുകളിലെ 5 വാലൻസ് ഇലക്ട്രോണുകളിലും 4 തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഇതിൽ 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, ഇതിൽ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഈ 5 വാലൻസ് ഇലക്ട്രോണിലെ 4ഉം ഈ 4 വാലൻസ് ഇലക്ട്രോണും തമ്മിൽ ബോണ്ടിങ്ങിൽ എന്താവും, ഏർപ്പെടും. റെഡി? ബാക്കി റിമൈനിങ് ഒന്നില്ലേ, ഒരു ഫ്രീ ഇലക്ട്രോൺ. ആ ഫ്രീ ഇലക്ട്രോൺ ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ഷന് കാരണം. ഇതിനെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകൾ എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. നോക്കണേ മക്കളെ പറഞ്ഞത്, 14ാമത്തെ ഗ്രൂപ്പുകാരെ ഞാൻ 15ാമത്തെ ഗ്രൂപ്പുകാരുമായി ഡോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് 14ാമത്തെ ഗ്രൂപ്പിൽ 4 വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ട്, 15ാമത്തെ ഗ്രൂപ്പിലാകട്ടെ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഇതിലെ 4 വാലൻസ് ഇലക്ട്രോണും ഇതിലെ 4 വാലൻസ് ഇലക്ട്രോണുകളും തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ബാക്കി 5ൽ 1 ബാക്കിയുണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺ ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ഷന് കാരണമെങ്കിൽ അത്തരം സെമി കണ്ടക്ടറുകളെ വിളിക്കുന്ന പേരാണെന്ത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകൾ എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ഇനി നോക്കൂ, അടുത്തത് സാറ് പറയുന്നത് ഏതാണ്, പി ടൈപ്പ് സെമി കണ്ടക്ടറുകൾ എന്നാണ് പറയുക. പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 14ാമത്തെ ഗ്രൂപ്പുകാരായ സിലിക്കൺ, ജെർമേനിയം പോലുള്ള സെമി കണ്ടക്ടറുകളെ 13ാമത്തെ ഗ്രൂപ്പുകാർ കേട്ടോ. 13ാമത്തെ ഗ്രൂപ്പുകാർ എന്ന് പറയുമ്പോൾ ഏതാ വരിക, ബോറോൺ, അലൂമിനിയം, ഗാലിയം പോലുള്ള എലമെന്റുകളെ വെച്ച് ഡോപ്പ് ചെയ്യുന്നു. ബോറോൺ,
അലൂമിനിയം, ഗാലിയം പോലുള്ള എലമെന്റുകൾ വെച്ചിട്ട് എന്താക്കുന്നു? ഡോപ്പ് ചെയ്യുന്നു. മക്കൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റും എനിക്ക്. 14ാമത്തെ ഗ്രൂപ്പുകാരെ 13ാമത്തെ ഗ്രൂപ്പുകാരും വെച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ 14ാമത്തെ ഗ്രൂപ്പിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണ്? 4 വാലൻസ് ഇലക്ട്രോൺ ആണ്. 13ാമത്തെ ഗ്രൂപ്പിൽ 3 വാലൻസ് ഇലക്ട്രോൺ ആണ്. ഈ 3 വാലൻസ് ഇലക്ട്രോണുകളും ഈ 14ാമത്തെ ഗ്രൂപ്പിലെ 4ൽ 3 വാലൻസ് ഇലക്ട്രോണുകളും തമ്മിൽ ബോണ്ടിങ്ങിൽ എന്താവും? ഏർപ്പെടും. 14ാമത്തെ ഗ്രൂപ്പിലെ 4ൽ 3 വാലൻസ് ഇലക്ട്രോണുകളും 13ാമത്തെ ഗ്രൂപ്പിലെ 3 വാലൻസ് ഇലക്ട്രോണുകളും തമ്മിൽ ബോണ്ടിങ്ങിൽ എന്താവും? ഏർപ്പെടും. റെഡി? ഏർപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി ഉണ്ട്. അതായത് വേക്കൻറ്റ് സൈറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ എന്നാണ് പറയുക. ഇവിടെ 4ാമത്തെ ഇലക്ട്രോണിന്റെ അവിടെ ഒരു വേക്കൻറ്റ് സൈറ്റ് അല്ലേ ഉള്ളത്? വേക്കൻറ്റ് സൈറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹോൾ എന്നാണ് പറയുക. ഹോളുകളാണ് ഇലക്ട്രിക്കൽ കണ്ടക്ഷന് കാരണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? എന്താ വിളിക്കുക? പി ടൈപ്പ് സെമി കണ്ടക്ടറുകൾ എന്നാണ് നമ്മൾ എന്താക്കുക? വിളിക്കുക. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഹോൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. അതിനെയാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ എന്താക്കുക? വിളിക്കുക. കേട്ടോ? ഇനി ഈ സെമി കണ്ടക്ടേഴ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വി ക്യാൻ ബി പ്രിപ്പയറിംഗ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. പി എൻ ജംഗ്ഷൻ ഡയോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി എന്താക്കുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. പി എൻ ജംഗ്ഷൻ ഡയോഡ്. മറ്റൊന്ന് ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്ററുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എന്താക്കുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണതെല്ലാം. പി എൻ പി ട്രാൻസിസ്റ്റർ, എൻ പി എൻ ട്രാൻസിസ്റ്റർ പോലുള്ള ട്രാൻസിസ്റ്ററുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും ഇതെന്താക്കുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. കേട്ടോ? പി എൻ ജംഗ്ഷൻ ഡയോഡുകളുടെ നിർമ്മാണത്തിനും ട്രാൻസിസ്റ്ററുകളുടെ നിർമ്മാണത്തിനും വേണ്ടിയിട്ടാണ് ഈ സെമി കണ്ടക്ടറുകൾ നമ്മൾ എന്താക്കുന്നത്? ഉപയോഗിക്കുന്നത്. പിടികിട്ടിയോ? റെഡി? ദെൻ ദർ ഇസ് എ ലാസ്റ്റ് ടോപ്പിക്. അവസാനത്തെ ടോപ്പിക്കിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ദിസ് ഇസ് അവർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. റെഡി? എല്ലാ സോളിഡുകൾക്കും കാന്തിക ശക്തിയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ സോളിഡുകൾക്കും കാന്തിക ശക്തിയുണ്ടോ എന്ന്. വേഗാവട്ടെ. ആർക്കും ഒന്നും പറയാനില്ല. മഹത് പ്രതിഭകളെ, എല്ലാ സോളിഡുകൾക്കും പലതരത്തിലുള്ള കാന്തിക ശക്തിയാണുള്ളത്. ഓരോ സോളിഡ് എടുത്താലും അല്ലെങ്കിൽ ഓരോ സബ്സ്റ്റൻസ് എടുത്താലും എവരി ഇലക്ട്രോൺ വിൽ ബി ആക്ട്സ് ആസ് എ ടൈനി മാഗ്നറ്റ്. ഓരോ ഇലക്ട്രോണുകളും ഒരു കുഞ്ഞു കാന്തം പോലെയാണ് എന്താക്കുന്നത്? പ്രവർത്തിക്കുന്നത്. ഏത് സോളിഡ് സബ്സ്റ്റൻസുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ആ സോളിഡ് സബ്സ്റ്റൻസുകൾക്കകത്തുള്ള ഇലക്ട്രോണുകളെ നമ്മൾ തിരയുമ്പോൾ ഓരോ ഇലക്ട്രോണുകളും ഒരു കുഞ്ഞ് കാന്തം പോലെയാണ് എന്താക്കുന്നത്? പ്രവർത്തിക്കുന്നത്. ഓരോ ഇലക്ട്രോണുകളും ഒരു കുഞ്ഞു കാന്തം പോലെ പ്രവർത്തിക്കാനുള്ള കാരണം എല്ലാ ഇലക്ട്രോണുകളും ന്യൂക്ലിയസിനു ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ മോഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്? പറയുന്നത്. റെഡി? ന്യൂക്ലിയസിനു ചുറ്റും കൃത്യമായ വഴിയിലൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ മോഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്? പറയുന്നത്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണുകൾ സ്വന്തം അച്ചുതണ്ടിലും കറങ്ങുന്നു. അല്ലേ? സ്വന്തം ആക്സിസിലും കറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്പിൻ മോഷൻ എന്ന് പറയുക. ഇങ്ങനെ ഓരോ ഇലക്ട്രോണിനും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള സ്പിൻ മോഷനും ഓർബിറ്റൽ മോഷനും സാധ്യമാകുന്നത് കൊണ്ട് തന്നെ ഓരോ ഇലക്ട്രോണുകളും ഒരു കുഞ്ഞ് കാന്തം പോലെ എന്താവും? പ്രവർത്തിക്കും. കാന്തമാകുമ്പോൾ അതിൻ്റെ ഒരു കാന്തിക ശക്തി ഉണ്ടാവും. ഏതൊരു മാഗ്നറ്റിൻ്റെയും മാഗ്നറ്റിക് പവർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയറിനെ
നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്ന യൂണിറ്റിലാണ് പറയുക. ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഏതൊരു മാഗ്നറ്റിൻ്റെയും മാഗ്നറ്റിക് ബിഹേവിയർ നമ്മൾ എന്താവുക പറയുക, മാഗ്നറ്റിക് മൂമെന്റ് നമ്മൾ എന്താക്കുക പറയുക. മ്യൂ ബി എന്നാണ് മാഗ്നറ്റിക് മൂമെന്റിനെ നമ്മൾ സൂചിപ്പിക്കുക. 1 ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ 9.27 ഇൻറ്റു 10⁻⁻24 ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്. എവിടെയെങ്കിലും എൻട്രൻസിനൊക്കെ ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാ സാറ് പറഞ്ഞത്. ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്ന യൂണിറ്റിലാണ് മാഗ്നറ്റിക് മൂമെന്റ് പറയുക. ഒരു മ്യൂ ബി ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത് 9.27 ഇൻറ്റു 10⁻⁻24 ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്. റെഡി? ഇനി ഓരോ സോളിഡിൻ്റെയും മാഗ്നറ്റിക് ബിഹേവിയറിനനുസരിച്ച് സോളിഡുകളെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോളിഡുകൾക്കകത്തുള്ള മാഗ്നറ്റിക് ബിഹേവിയറിനനുസരിച്ച് സോളിഡുകളെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയാണ് ഡയാമാഗ്നറ്റിക്. രണ്ടാമത്തെ കാറ്റഗറിയാണ് പാരാമാഗ്നറ്റിക്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഫെറോ മാഗ്നറ്റിക്. നാലാമത്തെ കാറ്റഗറിയാണ് ആന്റിഫെറോ മാഗ്നറ്റിക്. ആന്റിഫെറോ മാഗ്നറ്റിക്. There is a last category. This is ഫെറി മാഗ്നറ്റിക്. ഇങ്ങനെ 5 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഡയാ, പാരാ, ഫെറോ, ആന്റിഫെറോ, ഫെറി. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്, ആന്റിഫെറോ മാഗ്നറ്റിക് ആൻഡ് ഫെറി മാഗ്നറ്റിക്. കേട്ടോ? ഇതിൽ ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അടുത്തേക്ക്, ഒരു സോളിഡ് സബ്സ്റ്റൻസിനടുത്തേക്ക് ഒരു കാന്തം, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോകുന്ന സമയത്ത്, ഒരു സോളിഡിനടുത്തേക്ക് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോകുന്ന സമയത്ത് ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ വീക്കിലി റിപ്പല് ചെയ്യുന്നുണ്ടെങ്കിൽ, വികർഷിക്കുന്നുണ്ടെങ്കിൽ, വീക്കിലി റിപ്പല് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റിക്. അട്രാക്ട് ചെയ്യല്ലേ ചെയ്യണത്, വീക്കിലി റിപ്പല് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അത്തരം സബ്സ്റ്റൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡയാമാഗ്നറ്റിക് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. റെഡി? ദ പെയർഡ് ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡയാമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനകത്തുള്ള ഇലക്ട്രോണുകളെല്ലാം തന്നെ പെയർഡ് ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോണുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളൊരു സോളിഡിനടുത്തേക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോകുന്ന സമയത്ത് അത് വീക്കിലി എന്താക്കുന്നത്? റിപ്പല് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. കേട്ടോ? റെഡി അല്ലേ? കാര്യം മനസ്സിലായോ സംഗതി? റെഡി? എക്സാമ്പിള് അതാണ് ഞാനിപ്പോൾ തരഞ്ഞത്. TiO2, V2O3, NaCl, അതുപോലെ ബെൻസീൻ. ഇതൊന്ന് ഓർത്തോളണേ. ബെൻസീൻ ഒരു ഡയാമാഗ്നറ്റിക് ആയ സബ്സ്റ്റൻസ് ആണ് എന്ന് നിങ്ങൾ എന്താക്കണം? ഓർക്കണം. ഇനി പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സബ്സ്റ്റൻസിൻ്റെ അടുത്തേക്ക്, ഒരു സോളിഡിനടുത്തേക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോകുന്നു. ഒരു സോളിഡിനടുത്തേക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോകുന്ന സമയത്ത് ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഒരു സോളിഡിനടുത്തേക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോകുമ്പോൾ ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ എന്താക്കുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു. റെഡി? ക്ലിയർ? എന്നാലോ നോക്കണേ, ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. റെഡി? എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തപ്പോൾ ഇതിന് മാഗ്നറ്റിസം വന്നു, കാന്തമായി മാറി. എന്നാൽ എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ അത് വീണ്ടും പഴയ പോലെ തന്നെയായി. കാന്തം കൊടുത്തപ്പോൾ കാന്തമ്മയായി, എന്നാൽ കാന്തം ഒഴിവാക്കിയപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ആയിട്ട് എന്തായി മാറി. ഇതിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്ന് പറയുക.
ദേ കണ്ടെയ്നിങ് അൺപെയർഡ് ഇലക്ട്രോൺ. അത്തരം സോളിഡുകൾക്കകത്ത് അൺപെയർഡ് ഇലക്ട്രോണുകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ മാഗ്നറ്റായി, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിസം എന്തായി ലോസ് ചെയ്തു. എക്സാമ്പിൾ TiO, CuO, O2, Fe2+, Fe2+ അല്ല 3+, Cu2+, ഇതെല്ലാം തന്നെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് എന്താണ് എക്സാമ്പിൾ ആണ്. ഇനി ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സബ്സ്റ്റൻസിനടുത്തേക്ക് മാഗ്നറ്റ് കൊണ്ടുപോയ സമയത്ത് ഇത് മാഗ്നറ്റായി മാറി, എൻ്റെ സോളിഡ് മാഗ്നറ്റായി മാറി. ഞാൻ ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും അതിൻ്റെ മാഗ്നറ്റിസം അങ്ങനെ തന്നെ. അതായത് ഞാൻ കാന്തം വെച്ചപ്പോൾ എൻ്റെ സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ചെയ്തു, ഞാൻ കാന്തം ഒഴിവാക്കിയപ്പോഴും അതിന് ആ മാഗ്നറ്റിസം നിലനിൽക്കുന്നുണ്ട്. റെഡി? ഇത്തരം സബ്സ്റ്റൻസുകളെ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് എന്നാണ് പറയുക. സ്ഥിരകാന്തങ്ങൾ എന്നെന്താക്കാറുണ്ട് പറയാറുണ്ട്. അതായത് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തപ്പോൾ അത് കാന്തമായി മാറി, എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയാറുണ്ട്. ദേ കണ്ടെയ്നിങ് ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഒരുപാട് അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരം പെർമനന്റ് മാഗ്നറ്റിക് ബിഹേവിയർ എന്താക്കുന്നത് കാണിക്കുന്നത്. എക്സാമ്പിൾ അയേണ്, നിക്കല്, കൊബാൾട്ട്, കാർബൺ മോണോക്സൈഡ് അല്ല കൊബാൾട്ട് ആണ്, ക്രോമിയം ഓക്സൈഡ് എന്നുള്ളതാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ. റെഡി? ക്ലിയർ? ദെൻ ആന്റി ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പേഴ്സ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ മാഗ്നറ്റിക് മൊമെന്റിന്റെ അലൈൻമെന്റ് തുല്യ എണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്. മാഗ്നറ്റിക് മൊമെന്റിന്റെ അലൈൻമെന്റ് തുല്യ എണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്. അപ്പോൾ നെറ്റ് ഇഫക്റ്റിൽ ഈ മാഗ്നറ്റിക് മൊമെന്റുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്തു പോയിട്ട് മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും ഉണ്ടാവുക. മാഗ്നറ്റിക് മൊമെന്റിന്റെ അലൈൻമെന്റ് ഒരേ എണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണുള്ളത്. അങ്ങനെ ഒരേ എണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്തു പോവും. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിട്ട് എന്താവും മാറും. റെഡി? ഇത്തരത്തിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. എക്സാമ്പിള് മാംഗനീസ് ഓക്സൈഡ്, മാംഗനീസ് ട്രൈ ഓക്സൈഡ്, V2O3, ഹെമറ്റൈറ്റ്, ഇതെല്ലാം തന്നെ ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്. റെഡി? ഇനി ഫെറി മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ദേ കണ്ടെയ്നിങ് unequal numbers of magnetic moment alignments in same direction. ഇതിനകത്ത് തുല്യ എണ്ണമല്ല മാഗ്നറ്റിക് മൊമെന്റുകൾ എന്തായിട്ടുള്ളത് അലൈൻ ചെയ്തിരിക്കുന്നത്. അൺഈക്വൽ നമ്പേഴ്സ് ആയിട്ടാണ് മാഗ്നറ്റിക് മൊമെന്റുകൾ എന്തായിട്ടുള്ളത് അലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്തു പോവും. ബാക്കിയുള്ളവരെ കൊണ്ട് ഒരു വളരെ ചെറിയ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാഗ്നറ്റിക് മൊമെന്റുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്തു പോവും. ബാക്കിയുള്ളവരെ കൊണ്ട് ഒരു വളരെ ചെറിയ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഫെറി മാഗ്നറ്റിക് എന്നുള്ള പേരിൽ പറയുക. എക്സാമ്പിള് Fe3O4 കേട്ടോ. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ഏതാണ്? Fe3O4 ആണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? മാഗ്നറ്റിസം വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സംഗതിയാണ്. പ്രത്യേകം നോക്കണം, എക്സാമിന് ചോദിക്കുന്നതും ആണ് കേട്ടോ. ബാക്കി പ്രോബ്ലംസുമായിട്ട് സാറ് അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ ഡീൽ ചെയ്യും. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.